ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വൈബ്രൻറ്റ് വിദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഒരുപോലെ വന്നിട്ട് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതായത് വെറൈറ്റി വ്യത്യസ്ത തരത്തിലുള്ള അടിപൊളി മൊമോസ് കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടിലാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അധികം സംസാരിച്ച് ഞാൻ നീട്ടുന്നില്ല. എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ എല്ലാവരും അകത്തോട്ട് പോകാം. മോമോസ് എന്നാണ് ഈ കടയുടെ പേര്. കടയുടെ ലൊക്കേഷൻ കൊല്ലം ബീച്ചിൽ പോകുന്ന വഴി കൊച്ചിലാമൂട് പാലത്തിന് ശേഷം തോപ്പിൽ പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ്. ഫ്രണ്ടിൽ തന്നെ മോമോ ലവ് എന്ന് പറയുന്ന കളർഫുൾ ആയിട്ടുള്ള ഒരു ബോർഡ് കാണാൻ പറ്റും. അകത്തെ ആംബിയൻസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. തീർച്ചയായിട്ടും ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ ആവിയൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? അത്ര ചൂടായിട്ടാണ്, ലൈവായിട്ടാണ് നമ്മുടെ ഈ മൊമോസ് ഒക്കെ ഇവിടെ തയ്യാറായിട്ടുള്ളത്. ഇത് സ്റ്റീംഡ് മൊമോസ് ആണ്. 3 വ്യത്യസ്ത തരത്തിലുള്ള ഈ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട്? അപ്പോൾ ഇതിനകത്ത് വരുന്ന കളർ വെച്ചിട്ട് ഞാൻ പറയാം. ഗ്രീൻ കളർ മൊമോസ് വരുന്നത് സ്റ്റീംഡ് ഹരിയാലി ചിക്കൻ മോമോസ് ആണ്. പിന്നെ ഓറഞ്ച് കളറിൽ വരുന്നത് ചിക്കൻ ടിക്ക മോമോസ് ആണ്, ഓറഞ്ച് കളറിലുള്ളത്. പിന്നെ വൈറ്റ് ആയിട്ടുള്ളത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള സ്റ്റീംഡ് ചിക്കൻ മോമോസ് ആണ്. അടിപൊളിയായിട്ടില്ലേ? എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ലുക്കായിട്ടില്ലേ, കളർഫുള്ളായിട്ട്. ആദ്യമായിട്ട് ലൈവായിട്ട് ചൂടായിട്ട് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ബാർബിക്യൂ ചിക്കൻ മോമോസ് ആണ്. ബാർബിക്യൂ ചിക്കൻ മോമോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാന ചേരുവകൾ ബാർബിക്യൂ സോസും ബട്ടറും പിന്നെ ചിക്കനും ആണ്. ഇത് കൂടാതെ ഈ കടയിൽ ഇവർ തന്നെ സ്വയം തയ്യാറാക്കുന്ന വേറെയും 2-3 ചേരുവകൾ സ്പെഷ്യലായിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. ഒരു ബാർബിക്യൂ സോസ് അതിൽ ഒഴിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ? നല്ല രസമില്ലേ ഇത് കാണാനായിട്ട് തന്നെ? നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ട്. അപ്പോൾ ചില്ലി ചൈനീസ് മോമോസ് ആണ് ഇവിടെ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സോസിലൊക്കെ ആ ഒരു മോമോസ് ഇടുന്ന് തിളച്ച് തയ്യാറായി വരുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ? ചില്ലി ചൈനീസ് ചിക്കൻ മോമോസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവും നല്ല രീതിയിൽ സ്പൈസി ആയിട്ട് എരിവുള്ള, അതുപോലെ തന്നെ നല്ല ചൈനീസ് ഫ്ലേവർ ആയിരിക്കും എന്നുള്ളത്. ആ സോസൊക്കെ ആ മോമോസിൽ നല്ല രീതിയിൽ സെറ്റായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 6 മിനിറ്റ് സമയം വേണം ഇത് തയ്യാറാവാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് തവ ക്രീമി ചിക്കൻ മോമോസ് ആണ്. തവ ക്രീമി ചിക്കൻ മോമോസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്രീമാണ് ഫസ്റ്റ് ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ആ ക്രീം കറക്റ്റായിട്ടൊരു പരുവത്തിന് തയ്യാറാവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് കുറുകി വരണം. അപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ഇവരിതൊക്കെ തയ്യാറാക്കുന്നത്. അതുകൂടാതെ ആ ഒരു മോമോസിന് പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സ്പെഷ്യലായിട്ടുള്ള 3-4 വേറെയും ചേരുവകൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മോമോയുടെ ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഫ്രൈഡ് മോമോസ് ഇതിൽ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ആ ഫ്രൈഡ് മോമോസിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം കറക്റ്റ് പാകത്തിന് ചേർന്ന് വരാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം എന്നാൽ മാത്രമേ ആ കട്ടിയോടുകൂടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തിക്ക് ക്രീമി സോസ് ഈ ഒരു മോമോസിൽ പിടിച്ചു വരികയുള്ളൂ. നല്ല കട്ടിയായിട്ടുള്ള ആ വെളുത്ത സോസ് ഈ മോമോസുമായിട്ട് ചേർന്ന് വന്നാൽ മാത്രമേ കഴിക്കുമ്പോൾ ടേസ്റ്റ് കാണൂ. ഇപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഷെസ്വാൻ വെജ് മോമോസ് ആണ്. അപ്പോൾ അതിലേക്ക് ആ ഷെസ്വാൻ സോസൊക്കെ ചേർത്തിട്ടുണ്ട്. ഷെസ്വാൻ സോസിൻ്റെ ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? നല്ല രീതിയിൽ എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ഫ്ലേവറാണ്. ഇതും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാവുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷെസ്വാൻ സോസിൻ്റെ ചുമന്ന കളർ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ ട്രൈ ചെയ്ത് നോക്കാനായിട്ട്? ഇപ്പോൾ ഓരോന്നായിട്ട് ഇതിൻ്റെ ഒന്ന് പേരൊന്ന് പറഞ്ഞു പോയെങ്കിൽ. ഇത് വെജ് ഷെസ്വാൻ, നോർമൽ ചിക്കൻ മോമോസ്, ഹരിയാലി സ്റ്റീംഡിന്റെ വെറൈറ്റി ഹരിയാലി മോമോസ്, നോർമൽ ബീഫ് ഫ്രൈഡ് മോമോസ്, പനീറിന്റെ ബാർബിക്യൂ, സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള തവ ക്രീമി, നല്ല മൂവ്മെന്റ് ഉള്ള തവ ക്രീമി മോമോസ് ആണ്. ഇത് സ്റ്റീംഡിന്റെ ടിക്ക മോമോസ് ആണ്. എല്ലാം കൂടെ എങ്ങനെയുണ്ട്? നല്ല ലുക്കായിട്ടില്ലേ കാണാൻ? അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ഈ കടയിൽ വന്നിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള മോമോസ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് മഷ്റൂമിൻ്റെ ഷെസ്വാൻ മൊമോസ് ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ? എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതാ ഫസ്റ്റ് ഞാനിത് ഈ ഒരു മയോണൈസിൽ ഡിപ്പ് ചെയ്തിരിക്കുകയാണ്, മുക്കിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്തത് മഷ്റൂമിൻ്റെ ഷെസ്വാൻ മൊമോസ് ആണ്. വളരെയധികം ഫ്ലേവർഫുള്ളാണ്, അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആ ഒരു ഫ്ലേവേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും ഈ ഒരു മയോണൈസുമായിട്ട് ഡിപ്പ് ചെയ്ത് ഒരു പിടി പിടിച്ച് നോക്കിയപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ്, നല്ല ഉഗ്രനാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇപ്പം ഞാൻ ട്രൈ ചെയ്തത് ഈ ഷെസ്വാനായിട്ടുള്ള മഷ്റൂമിൻ്റെ ഒരു വേരിയൻ്റ് ആണ്. ഇത് കൂടാതെ പനീറുണ്ട്, ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ ഷെസ്വാൻ
പല വെറൈറ്റി ആയിട്ടുള്ള മൊമോസ് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് പനീറിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബാർബിക്യൂ മൊമോസാണ്. ഇതാ പനീറൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ, കൊതിയാവുന്നില്ലേ ട്രൈ ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പനീർ ബാർബിക്യൂ മൊമോ ഇതാ ഈ ഒരു മയണൈസിലൊന്ന് ഡിപ്പ് ചെയ്യാം, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബാർബിക്യൂ സോസിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ വരുന്നുണ്ട്. അത്യാവശ്യം സ്പൈസിയാണ്, എന്നാലും ഒരുപാട് സ്പൈസി അല്ല. പിന്നെ അത്യാവശ്യം കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മയണൈസിൻ്റെ ഫ്ലേവറും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റാണ്. എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ആ പനീറൊക്കെ നല്ല രീതിയിൽ ഫില്ലിങ്സ് ഉണ്ടാകത്ത്, പനീറിൻ്റെ ടേസ്റ്റും നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ ട്രൈ ചെയ്തത് ബാർബിക്യൂ പനീറിൻ്റെ മൊമോസാണ്. ഇത് കൂടാതെ ബാർബിക്യൂ മൊമോസ് വരുന്നത് തന്നെ പല വെറൈറ്റി ഉണ്ട്. ബീഫിൻ്റെ ഉണ്ട്, ചിക്കൻ്റെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ബീഫ് ലവർ ചിക്കൻ ലവറൊക്കെ ആണെങ്കിൽ എന്തായാലും വന്ന് ട്രൈ ചെയ്യണം, ഒരുപാടധികം ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഹൈലൈറ്റ് ഐറ്റമാണ്. എന്ന് പറയുമ്പോൾ സ്റ്റീംഡ് മൊമോസിൽ വരുന്നൊരു വെറൈറ്റിയാണ് തവ ക്രീമി മഷ്റൂം മൊമോസാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന അമൂലിൻ്റെ ക്രീമൊക്കെയാണ്. അപ്പോൾ വളരെയധികം റിച്ചാണ്, നല്ല ക്രീമിയാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഈ മഷ്റൂം വെറൈറ്റി ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഫ്ലേവർ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് സ്വീറ്റാണ്. അപ്പോൾ സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നല്ല ക്രീമിയാണ്, നല്ല റിച്ചാണ്. ഇതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഫ്രൈഡ് മൊമോസിൽ വരുന്നൊരു പ്രത്യേക വെറൈറ്റിയാണ്, തവ ക്രീമി മൊമോസാണ്. അപ്പോൾ അടിപൊളിയാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. കാരണം ഇവരുടെ ഒരു ഹൈലൈറ്റാണ്, നല്ല രീതിയിൽ ഇതിവിടെ ചിലവാകുന്നൊരു ഐറ്റമാണ്. അമൂലിൻ്റെ ആ ഒരു ക്രീമിനെസ്സും ഒക്കെ വരുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും വന്ന് ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഇതിൻ്റെ പല വെറൈറ്റീസും ഉണ്ട്. ഞാനിപ്പോൾ മഷ്റൂമിൻ്റെ ആണ് ട്രൈ ചെയ്തത്. ഇതല്ലാതെ ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇന്ന് എന്താണ് റീമ ഇവിടെ ഈ ഒരു മോമോ ഷോപ്പിൽ വന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹരിയാലി സ്റ്റീംഡ് ചിക്കൻ മോമോസ് ആണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നല്ല കളർഫുൾ അല്ലേ, നല്ല ഗ്രീൻ കളറൊക്കെ ആയിട്ട്. നല്ല ഗ്രീൻ കളറാണ്. ഞാൻ റീമയുടെ ഫേവറേറ്റ് കളർ അല്ലേ ഗ്രീൻ. അപ്പോൾ നമുക്ക് ഗ്രീനിൽ നിന്ന് തന്നെ ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. പിന്നല്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ പറഞ്ഞാൽ മതി. അതിനകത്ത് ആ ഒരു സോസും ആ ഒരു റെഡ് കളറും പിന്നെ ആ ഒരു മയണൈസും ഡിപ്പ് ചെയ്യുന്ന കണ്ടിട്ട് തന്നെ നല്ല കളർഫുൾ ആയിട്ടില്ലേ, 3 കളേഴ്സ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് പിടിപിടിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ റിമ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ റീമ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ ഒരു ഹരിയാലി മോമോസിനകത്ത് ഈ ഒരു ഗ്രീൻ കളർ വരാനായിട്ടുള്ള കാരണം എന്താണ്? പച്ച കളർ പാലക്കിന്റെ ചീര ഉപയോഗിച്ചിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ പാലക് ചീരയുടെ ഫ്ലേവർ ഒന്നുമില്ല അല്ലേ? ജസ്റ്റ് ആ പാലക് ചീര വെച്ച് അവർ ചെയ്തതേ ഉള്ളൂ. അതാണ് ആ പച്ച കളർ. ഇല്ല, കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെയാണ് റീമയ്ക്ക് അതിന്റെ ഒരു ടേസ്റ്റ് ഫീൽ ആയത്? നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം ആ ഒരു ചെറിയൊരു പുളിപ്പും നല്ല സ്പൈസിയാണ്. കാരണം സ്പൈസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മോമോസ് ആണിത്. നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ചിക്കൻ ഒക്കെ നന്നായിട്ട് കുക്കായോ റീമ? നല്ല രീതിയിൽ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. പിന്നെ ആ ഒരു മയണൈസും ആ ഒരു ഇതിനകത്തും കൂടെ സോസിനകത്ത് ഡിപ്പ് ചെയ്ത് കഴിച്ചപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ടേസ്റ്റ് ആണ്. എന്തായാലും പറയോ റീമ ഇവിടെ വരുമ്പോൾ? കൊല്ലം ബീച്ചിൽ വരുന്നത് ഉറപ്പായിട്ടും ഈ മോമോസിന്റെ ഷോപ്പിലോട്ട് വരണം. അടിപൊളി മോമോസ് ആണ്, ഒരുപാട് വെറൈറ്റി മോമോസ് ഉണ്ട്. ഞാൻ ഉറപ്പായിട്ട് വന്ന് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ആണ്. അടുത്തതായിട്ട് റീമ എന്താണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്? അടുത്തായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ ചിക്കൻ ടിക്ക സ്റ്റീംഡ് മോമോസ് ആണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല അടിപൊളി കളർ അല്ലേ, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ട്. ടിക്കയുടെ മസാലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഓറഞ്ച് കളർ ടിക്ക മസാല കാരണമാണ് ആ ഒരു ഓറഞ്ച് കളർ വരുന്നത്. അപ്പോൾ എന്തായാലും റീമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ആ ടിക്ക മസാല കാരണമാണ് അല്ലേ റീമ ആ ഒരു ഓറഞ്ച് കളർ വരുന്നത്? അതാണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു ഓറഞ്ച് കളറാണ് ആ ടിക്ക മസാല കാരണം. എന്തായാലും റീമ ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നല്ല, ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്.
പതുക്കെ കഴിച്ചിട്ട് റിവ്യൂ പറഞ്ഞാൽ മതി റീമ, കുഴപ്പമില്ല, ഒരു ടെൻഷനും വേണ്ട, റിലാക്സ് ചെയ്തോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഓക്കെ, എന്ത് ഒരുപാട് സ്പൈസ് വരുന്നില്ല, മറ്റേ നല്ല സ്പൈസ് ആയിരുന്നു. ഓ, ഹരിയാലി നല്ല എരിവുണ്ടായിരുന്നു, നല്ല സ്പൈസി ആണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മോമോസ് ആണിത്. അത് അത്യാവശ്യം എരിവേ ഉള്ളൂ, ഓവർ ആയിട്ടുള്ള എരിവില്ല. പിന്നെ ഫ്ലേവർ എന്താണ് റീമയ്ക്ക് തോന്നിയത്? ചിക്കന്റെ ആ ഒരു ടിക്കയുടെ മസാലയും പിന്നെ ഈ സോസും എല്ലാം കൂടെ ആയിട്ട് ഒരു അടിപൊളി. അതെ, മയോണൈസും ചിക്കന്റെ ആ ഒരു ഫ്ലേവർ, ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ചിക്കൻ. പിന്നെ ആ ഒരു ഇതാണെങ്കിൽ നല്ല രീതിയിൽ, മാവൊക്കെയാണ് നല്ല രീതിയിൽ കുക്കായിട്ട്. ആ ടിക്ക മസാലയും ആ ഒരു ചിക്കന്റെ ഫ്ലേവറും ആ ഒരു മയോണൈസും ചേർത്തൊരു പിടി പിടിച്ചപ്പോ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. സ്വർഗം മാമ സ്വർഗമാണോ? അത്ര അടിപൊളിയാണ്, ഉഗ്രനാണ്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ അടിപൊളി മോമോസ് ആണിത്. അപ്പൊ മറക്കരുത്, നിങ്ങൾ റീമയുടെ ഗ്യാരണ്ടി ഉണ്ട്. കൊല്ലം ബീച്ചിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണം ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റീംഡ് ടിക്ക ചിക്കൻ മോമോസ്, അല്ലേ റിമുസൈൻ? അടുത്തതായി ട്രൈ ചെയ്ത് നോക്കിയത് ഫ്രൈഡ് ചിക്കൻ മോമോസ് ആണ്. മോമോസൊക്കെ നല്ല രീതിയിൽ ഫ്രൈഡ് ആയിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല കടിച്ച് കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിരുന്നു. കറുമുറാന്ന് കഴിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന ഈ മോമോസ് അകത്ത് വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു മയണൈസും സോസും ഒക്കെ ചേർത്തൊരു പിടി പിടിച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല, വേറെ ലെവൽ ടേസ്റ്റ്. അടുത്തതായി ട്രൈ ചെയ്ത് നോക്കിയത് സ്റ്റീംഡ് ചിക്കൻ മോമോസ് ആണ്. സ്റ്റീംഡ് എന്ന വാക്കിൽ തന്നെ അർത്ഥമുണ്ടല്ലോ, വേവിച്ചതാണ്, അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് നല്ലതുമാണ്. ഈ ഒരു സ്റ്റീംഡ് ചിക്കൻ മോമോസിൻ്റെ അകത്തുള്ള ചിക്കനൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടായിരുന്നു, സോഫ്റ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു മയണൈസും ആ ഒരു ഡിപ്പിൽ വരുന്ന സോസും കൂടെ ചേർത്ത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു. എങ്ങനെയുണ്ട് മോനെ ടേസ്റ്റ്? സൂപ്പറാണോ? സൂപ്പറാണ്, അടിപൊളിയാണ്. ഈ മോമോ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മോമോസ് മാത്രമല്ല, വ്യത്യസ്ത തരത്തിലുള്ള നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഫ്രഷ് ജ്യൂസസും ഷേക്സും ഒക്കെ ലഭ്യമാണ്. മോമോസ് എവിടെ നിന്നാണ് വന്നത്, അതിൻ്റെ ഉത്ഭവവും ചരിത്രവും ഒക്കെ വിശദീകരിച്ചിട്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു മഞ്ഞ ബോർഡ് എനിക്കിവിടെ കാണാൻ സാധിച്ചു. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യം ടിബറ്റിലും നേപ്പാളിലും അവരുടെ പരമ്പരാഗത ആഹാരമായിട്ടാണ് എന്നെ കണക്കാക്കുന്നത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിഭവമായിട്ടാണ് എന്നെ അറിയപ്പെടുന്നത്. സിമ്പിൾ ഓഫ് ലവ്, ഫുഡ് ഓഫ് ലവ് എന്നൊക്കെയാണ്. 1930 പല വെറൈറ്റി ആയിട്ടുള്ള മോമോസ് ഇറക്കിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശേഷം 1939 ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ജനപ്രീതി പിടിച്ചു പറ്റുകയും ധർമ്മശാല, സിക്കിം, ലഡാക്ക്, ഡാർജിലിംഗ്, കൊൽക്കത്ത, ഡൽഹി തുടങ്ങി നിരവധി അധികം മെട്രോ സിറ്റികളിലും ഇത് ലഭ്യമായിട്ട് തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആദ്യകാലങ്ങളിൽ പ്രധാനമായിട്ടും പോത്തിറച്ചിയും വെജിറ്റബിൾസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മോമോസ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. മോമോസിന്റെ പല വെറൈറ്റിയും റേറ്റും കൊടുത്തിട്ടുള്ള മെനു ആണ്. വെജ്, പനീർ, ചിക്കൻ, ബീഫ്, മഷ്റൂം എന്നിങ്ങനെ പല വെറൈറ്റി മോമോസ് ഇവിടെ ലഭ്യമാണ്. അതിൽ തന്നെ തവ ക്രീമി, തായ്, സ്വീറ്റ് ആൻഡ് ചില്ലി, ചില്ലി ചൈനീസ്, സ്മോക്കി BBQ, ഷെസ്വാൻ പെറി പെറി എന്നിങ്ങനെ ഒരുപാടധികം വെറൈറ്റി മോമോസ് ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇതുകൂടാതെ നമ്മുടെ തനി ഇന്ത്യൻ സ്റ്റൈലിലുള്ള മോമോസ്, ഹരിയാലി, ടിക്ക, പിസ്സ എന്നിങ്ങനെ പല വെറൈറ്റി ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഫ്രഞ്ച് ഫ്രൈസും 2 ടൈപ്പ്, സോൾട്ടി ആൻഡ് സ്പൈസിയും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഈ മോമോസിൻ്റെ ഷോപ്പിൻ്റെ ടൈമിങ്സ് വരുന്നത് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച ദിവസം വരെ വൈകിട്ട് 3:30 തൊട്ട് രാത്രി 11:30 വരെയാണ്. ബാക്കി വരുന്ന 3 ദിവസം, അതായത് വെള്ളി, ശനി, ഞായർ, ആ 3 ദിവസങ്ങളിൽ വൈകിട്ട് 3 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഈ ഒരു ഷോപ്പിൻ്റെ ടൈം വരുന്നത്. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം, അതായത് ഓഗസ്റ്റ് തൊട്ട് നമുക്ക് ഇവിടെ നിന്ന് രാവിലെയും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മോമോസൊക്കെ രാവിലെ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാവിലെ വന്നാലും അടുത്ത മാസം തൊട്ട് കിട്ടും. പക്ഷേ ഈ മാസത്തെ ടൈമിങ്സ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അടുത്ത മാസം രാവിലെ വന്നാലും കിട്ടും, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ടൈമിങ്സിലും കിട്ടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള വീഡിയോസ് കാണണ്ടേ, അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ, സ്റ്റേ ട്യൂൺ ഫോർ മോർ.